ബ്ലൗസിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. എനിക്ക് എപ്പോഴും ടൈലർ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് തരുന്നത്. ഈ 2 ബ്ലൗസും ഒരേ ബ്രൈഡിൻ്റെതാണ്. അപ്പോൾ ഒന്നിൽ മാത്രമാണ് മാർക്കിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിലുള്ളതുപോലെ അടുത്തതിലോട്ട് മാർക്കിംഗ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അതുപോലെ നെക്ക് ലെങ്ത്, നെക്ക് വിഡ്ത്ത്, പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്, ഇതെല്ലാം നോക്കിയിട്ട് അത് എത്രയാണോ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക് നെക്കിനൊപ്പമാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെയല്ല ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഈ ഒരു മെത്തേഡ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അതും ഇതേ മെത്തേഡ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. ക്ലോത്തിൻ്റെ ഒരു ഭാഗത്താണ് ഏറ്റവും മുണ്ടിൻ്റെ കൂടെ വരുന്ന വിത്ത് ബ്ലൗസാണ്. അതുപോലെ സാരിയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ബ്ലൗസിന് 2 സൈഡ് ബോർഡർ ഉണ്ടാവും. സ്ലീവിൻ്റെ വരയ്ക്കുന്ന മെത്തേഡ് മാറും കേട്ടോ. അപ്പോൾ സ്ലീവിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കരവശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ സ്ലീവ് റൗണ്ട്, പിന്നെ ഈ ഒരു ലെങ്തും കൂടി. ഇതിനകത്ത് ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് വരെയും ഫുൾ വർക്കൊന്നും വരുന്നില്ല. ഒരു 1000 റേഞ്ചിന് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കിട്ടിയാൽ മതി. ഷോൾഡർ വരെയും വർക്ക്, ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോളും കൂടി എടുത്ത് വരയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അത് എടുത്ത് വരയ്ക്കാത്തത്. ഇതിൻ്റെ ഇംപ്രഷൻ കൊടുക്കുന്നത് ആരി നീഡിൽ വെച്ചിട്ട് തന്നെ കുത്തുകൾ ഇട്ടിട്ടാണ് ഇംപ്രഷൻ ഇപ്പുറത്തോട്ടേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ബ്ലൗസിൻ്റെ ലെങ്ത് 16 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് സ്റ്റിച്ചിങ് അലവൻസും കൂടെ ചേർത്തിട്ടാണ് 16 ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നെക്ക് ലെങ്ത് 8.5 ഇഞ്ചാണ്, നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്. നെക്ക് വിഡ്ത്ത് താഴോട്ട് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും 2.25 മാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ ഷേപ്പ് എടുത്ത് വരച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു പോർഷൻ കുത്തിടാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് നെക്ക് ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് നെക്കിനോടൊപ്പം ചേർത്തല്ല വരയ്ക്കുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്രെയിമിനിടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സൈഡിലാണ് ഫ്രണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ബാക്ക് നെക്ക് വരച്ചത് ഫോൾഡഡ് സൈഡിലായിരുന്നു. ഫ്രണ്ട് നെക്ക് വരയ്ക്കുന്നത് ഫോൾഡ് ഇല്ലാത്ത തുറന്ന വശത്താണ് കേട്ടോ വരയ്ക്കുന്നത്. 1/2 ഇഞ്ചിലോ 1 ഇഞ്ചിലോ ഒരു മാർജിൻ കൊടുത്തതിന് ശേഷം നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്, നെക്ക് ലെങ്ത് 6.5 ഇഞ്ച്. ഇത് ഷോൾഡർ അലവൻസ് ഇല്ലാണ്ടാണ് വരയ്ക്കുന്നത്. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ നേരത്ത് മുകളിൽ അലവൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്വശം വരുമ്പോഴത്തേക്കും 2.25 അല്ലെങ്കിൽ 3 ഇഞ്ച് എടുത്ത് ഷേപ്പ് കൊടുത്ത് വരച്ചെടുക്കുക. ഫ്രണ്ട് നെക്ക് വരയ്ക്കുമ്പോഴത്തേക്കും കഴുത്തിൻ്റെ റൈറ്റ് സൈഡിൽ വേണം നമുക്ക് സാരി മറയാത്ത വശത്ത് വേണം വരച്ചു കൊടുക്കേണ്ടത്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ.